ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒരു ചെറിയൊരു സ്കൂട്ടർ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഓലയുടെ S1 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാനിത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ആക്ച്വലി ഒരു ഫോൺ ഉപയോഗിക്കും പോലെ തന്നെ ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓല S1 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡല് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയുള്ള ബഡ്ജറ്റിൻ്റെ അകത്തുള്ള പല ബൈക്കുകളെയും പൊട്ടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്കൂട്ടറാണ്. സോ ഈ സ്കൂട്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടോ അയ്യോ സ്പീഡ് കുറവായിരിക്കും. നമുക്ക് മാർക്കറ്റിലുള്ള പല സ്കൂട്ടറിനേക്കാളും ടോപ്പ് സ്പീഡുള്ള ഒരു സ്കൂട്ടറും കൂടിയാണ് ഓല S1 Pro. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിലറേഷൻ്റെയും അതുപോലെ തന്നെ ടോപ്പ് സ്പീഡിൻ്റെയും പവറിൻ്റെയും കാര്യം വരുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് മോട്ടർ ആണെന്ന് കരുതി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഇലക്ട്രിക് മോട്ടറിൽ നിങ്ങൾക്ക് കിലോ വാട്ടിനെ കൺവേർട്ട് ചെയ്ത് BHP-ലോട്ടാക്കി ഏറ്റവും ബെസ്റ്റ് പവർ ആൻഡ് പെർഫോമൻസ് ആണ് ഓല S1 Pro നമുക്ക് തരുന്നത്. നോർമലി നമ്മളൊരു കാറിലൊക്കെ മാത്രം കണ്ടുവരുന്ന പല എക്സ്ട്രോർഡിനറി ഫീച്ചേഴ്സും ഒരു സ്കൂട്ടറിലേക്ക് കൊണ്ടുവന്ന ഒരു കൺവേർഷൻ ഓല ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മൂവ് OS 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ അകത്തുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് പാക്ഡ് വിത്ത് ഫീച്ചേഴ്സ്. പറയാതിരിക്കാൻ വയ്യ, ഒരു കാറിലുള്ളേക്കാളും ഫീച്ചേഴ്സ് നിങ്ങൾക്കൊരു സ്കൂട്ടറിനകത്ത് കിട്ടും. ആദ്യം തന്നെ നമ്മുടെ സ്കൂട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന്. മൊബൈലുമായിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് നമ്മുടെ സ്കൂട്ടറിനെ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമോട്ടായിട്ട് സ്കൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ള ഡയഗ്നോസ് കിട്ടും. അതുപോലെ തന്നെ ഇതിന് എത്ര ചാർജ് ബാക്കപ്പ് ഉണ്ട്, എത്ര ദൂരം പോവും, അതുപോലെ തന്നെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കൂട്ടറിനെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൊബൈൽ വെച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫസ്റ്റ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഫീച്ചർ. പൊതുവേ നമ്മൾ സ്കൂട്ടറിലൊക്കെ ഒരിടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു ഹോൾഡറൊക്കെ വെച്ച് നമ്മുടെ ഫോൺ അതിലേക്ക് വെച്ച് ഫോണിനെയൊക്കെ ഇല്ലാതാക്കി മഴ വന്നു കഴിഞ്ഞാൽ ഫോൺ നനയും. ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണോ മാപ്പ് വർക്ക് ആവുന്നത് അതേപോലെ തന്നെ ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു മാപ്പ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കിട്ടും. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് കാണിച്ചു തരും, ട്രാഫിക് സിഗ്നൽസും പരിപാടികളൊക്കെ കാണിച്ചു തരും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് നോക്കി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനിലോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റും. നമ്മുടെ ഓല S1 Proയ്ക്കകത്ത് കുറേ റൈഡിങ് മോഡുകളുണ്ട്. ഒന്ന് നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, ഹൈപ്പർ മോഡ്, അതുപോലെ തന്നെ ഈക്കോ മോഡ്. നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള മോഡിലിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഹൈപ്പർ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പറന്ന് നിൽക്കും. സ്പോർട്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കും. ഈക്കോ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ബാക്കപ്പ് ചാർജ് സേവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈക്കോ മോഡ് വർക്ക് ആവുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ഓടിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്നത് നോർമൽ മോഡും സ്പോർട്സ് മോഡും ആണ്. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. നമ്മുടെ ഓല S1 Proയ്ക്കകത്ത് കാറുകളിലൊക്കെ പൊതുവെ കാണുന്ന ഒരു ഫീച്ചറുണ്ട്, ക്രൂസ് കൺട്രോൾ. എന്താണ് ക്രൂസ് കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ത്രോട്ടിൽ കൊടുക്കാതെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ക്രൂസ് കൺട്രോൾ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊക്കോളും. നിങ്ങൾക്ക് കുറച്ചുകൂടി എനർജി സേവിങ് ആയിരിക്കും. അതുമാത്രമല്ല ഭയങ്കര റൈഡിങ് കംഫർട്ടും ആയിരിക്കും. ഇപ്പോൾ കാറുകളിലൊക്കെയാണ് പൊതുവെ വരുന്നത്, അത് നിങ്ങൾക്ക് ഒരു സ്കൂട്ടറിനകത്ത് കൊണ്ടുവരുന്നത്. നിങ്ങളിപ്പോൾ വണ്ടി ഇതാ ഒരു തേരിയിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഒബ്വിയസ്ലി വണ്ടി ഇങ്ങനെ പുറകിലോട്ട് പോകുമല്ലേ. നിങ്ങളുടെ 2 ബ്രേക്കും ഒന്ന് 3 സെക്കൻഡ് പിടിച്ച് വയ്ക്കുന്ന സമയത്ത് ഹിൽ ഹോൾഡ് ആക്ടിവേറ്റഡ് എന്ന് കാണിക്കും. എന്നിട്ട് നിങ്ങൾ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാലും വണ്ടി പുറകിലേക്ക് പോവില്ല, അതിങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൈയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാം. ഇത് തേരിയിൽ മാത്രമല്ല ഇറക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കൂട്ടർ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ തൊട്ടടുത്ത് ചെന്നതിന് ശേഷം വണ്ടി ഇങ്ങനെ ആക്കുക, സ്റ്റാൻഡ് മാറ്റുക. അപ്പോഴത്തേക്ക് നമുക്കിവിടെ പാസ്വേഡ് അടിക്കാനുള്ള ഭാഗം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുമായിട്ട് നമ്മുടെ സ്കൂട്ടറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അടുത്ത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ പ്രോക്സിമിറ്റി സെൻസർ വെച്ചിട്ട് അൺലോക്ക് ആവും. ഓല S1 Proയ്ക്കകത്ത് നമുക്കൊരു എനർജി ഇൻസൈറ്റ് കിട്ടും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു സ്കൂട്ടർ ഓടിക്കുന്നത്, ഈ 2 വീലർ ഓടിക്കുന്നത്, അതിനനുസരിച്ച് റിയൽ ടൈം ആയിട്ടുള്ള ഡേറ്റ നിങ്ങളുടെ ഫോണിൽ വരികയും ആ ഒരു ഡേറ്റയ്ക്കകത്തുനിന്ന് ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. എങ്ങനെയൊക്കെ നമ്മുടെ സ്കൂട്ടറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സ്കൂട്ടർ തന്നെ ഡേറ്റ കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ്സ് ആയിട്ട് തരും. നമ്മുടെ ഓല S1 Proയ്ക്കകത്ത് എനർജി റീജൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു, അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആക്സിലേറ്റർ തിരിച്ചാക്കും. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇറങ്ങിയ അതേ എനർജി തിരിച്ചു കയറും. അതായത് ഇറങ്ങിയ ചാർജ് അതേപോലെ തിരിച്ചു കയറും. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതെന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. സഡനായിട്ട് നിൽക്കുക, സഡനായിട്ട് ഇങ്ങനെ സ്ലോ ആവുക അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ എനർജി കുറച്ചുകൂടി സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്കൂട്ടറിൽ ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണ്.
നിങ്ങളിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയാനായിട്ടാണ് പോകുന്നത്, നിങ്ങൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ വണ്ടി നോർമലാക്കുക. അതായത് ഹാൻഡിൽ റെഡി ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആവും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോലും ഇൻഡിക്കേറ്റർ കിടക്കുന്ന പരിപാടികളൊന്നുമില്ല. നമ്മുടെ സ്കൂട്ടർ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചു. പൊതുവേ നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് അതിനെ തട്ടുക, മുട്ടുക, അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. ഇങ്ങനെ കുറേ അറ്റംപ്റ്റ്സ് നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കാറുണ്ട്. അത് നമുക്ക് ആക്ച്വലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ ഡാമേജ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാലോ ഇത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചാലോ ഒക്കെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയാലും ആരെങ്കിലും വണ്ടി അടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് സാരം. ലൈക്ക് ആക്ച്വലി ഒരു സ്കൂട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നേരിടുന്ന കുറേ പ്രശ്നങ്ങളാണ്. അതിലൊന്ന് ഭയങ്കരമായിട്ട് സോൾവ് ചെയ്തവരാണ് ഓല. നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കേഴ്സിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും. രണ്ടാമത് പാർട്ടി മോഡ്. ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി മാറി കത്തി നിങ്ങൾക്കൊരു പാർട്ടി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ വിഷ്വൽസ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി ആ ഒരു സ്റ്റൈൽ മാറ്റും. നമ്മുടെ ഓല S1 Proയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 120 km/h ആണ്. 150 cc താഴെ വരുന്ന പല ബൈക്കുകളെയും കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസും ഓല S1 Pro തരുന്നുണ്ട്. ഓല S1 Proയുടെ വാറണ്ടിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് 8 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ആദ്യത്തെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. ഈ ബാറ്ററി ചേഞ്ചിങ് പ്രോസസ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ₹1 പോലും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഓല S1 Proയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.